ബസ് സ്റ്റാൻഡ് അടുത്തായിട്ട് ഒരു പച്ചക്കറി കടയും ഫ്രൂട്ട്സ് കടയും നടത്തിയൊരു വ്യക്തിയായിരുന്നു ഞാൻ. 2004 വിവാഹം കഴിഞ്ഞു. 2005 ഒരു മകൾ എനിക്ക് ജനിച്ചു. ആ ദിവസങ്ങളിൽ, ആ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വന്നു. എൻ്റെ കാലിൽ ചില വ്രണങ്ങൾ കടന്നു വന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഒത്തിരി മെഡിസിൻ കഴിച്ചു, ഒത്തിരി വൈദ്യന്മാരിൽ ആശ്രയിച്ചു. അങ്ങനെ എൻ്റെ കാലിന് ആ മുറിവുകൾക്ക് ഒരാശ്വാസമുണ്ടായില്ല, പിന്നെ വ്രണത്തിനൊരു സൗഖ്യമുണ്ടായില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ കാലിൻ്റെ ആ രോഗത്തിന് ചികിത്സയ്ക്കായി ഒത്തിരി സാമ്പത്തികങ്ങൾ ചെലവിടേണ്ടി വന്നു. അങ്ങനെ ചില നാളുകൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തെങ്കിലും ഒട്ടും സൗഖ്യമായില്ല. എൻ്റെ ജീവിതത്തിലെ സാമ്പത്തികങ്ങളൊക്കെ നഷ്ടമാകാനിടയായി. എൻ്റെ ബിസിനസ്സൊക്കെ തകർന്നു. ഞാൻ വലിയൊരു കടബാധ്യതയിലായി. എൻ്റെ വീട് ലോണ് വെച്ചു, വീട് ലോണ് വെച്ച കച്ചവടമൊക്കെ നടത്തി. എന്നാൽ പിന്നത്തേൽ ആ ലോണൊന്നും അടയ്ക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. എനിക്ക് മുൻപോട്ട് പോകുവാൻ ഏതൊരു നിവൃത്തിയില്ലാതെ വന്നു. കടം വീട്ടാൻ എന്നെ കൊണ്ട് നിവൃത്തിയില്ലാതെ വന്നു. ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. എൻ്റെ കാലിൻ്റെ ആ രോഗത്തിനൊരു സൗഖ്യം വരാതെയായി. എന്നാൽ ഒരു രാത്രിയിൽ ഞാൻ അങ്ങനെ ഒത്തിരി കടബാധ്യത ഇതൊക്കെ കാരണങ്ങളാൽ വീട് ജപ്തി ചെയ്തു. അങ്ങനെ മകൾ ജനിച്ചതിന് 4 മാസമായി. എൻ്റെ കയ്യിൽ ഏതൊരു സാമ്പത്തികവും കയ്യിലില്ലാതെ ഞാൻ വളരെ ഭാരപ്പെട്ട് എന്നെ ചികിത്സിക്കുവാൻ എനിക്ക് സാമ്പത്തികമില്ലാതെയായി. ലോൺ അടയ്ക്കാൻ സാമ്പത്തികമില്ലാതെയായി. വായ്പകൾ വാങ്ങിച്ചൊന്നും കൊടുക്കാൻ കഴിയാതെ വണ്ണം ഒക്കെയായി എൻ്റെ ബിസിനസ്സൊക്കെ തകർന്നു. അങ്ങനെ ഞാൻ വളരെ വ്യാകുലനായി. അവസാനം എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്തയാണ്, മരിക്കാം, ഒരു ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തെ വിട്ട് മാറ്റപ്പെടാമെന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ ആ രാത്രിയിൽ എൻ്റെ വീട്ടിൽ ഒരു പാസ്റ്റർ കടന്നു വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. എന്നാൽ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ആ ചർച്ചിൽപ്പെട്ട ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ വീടിൻ്റെ കുറച്ച് മുകളിലോട്ടാണ് ആ ചർച്ച്. ആ സഹോദരൻ പറഞ്ഞു, ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ബോഡി കൊണ്ടുവച്ചിരിക്കുന്നതായിട്ട് ഒരു സ്വപ്നം കാണാനിടയായി. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പാസ്റ്റർ പോയെങ്കിൽ എനിക്ക് മരിക്കാം. ആ ഒരു ചിന്തയിലിരിക്കുക. കാരണം എൻ്റെ കാലിൽ രോഗസൗഖ്യമുണ്ടാകുന്നില്ല, എൻ്റെ സാമ്പത്തികങ്ങളൊക്കെ തകർന്നു. ആ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ട് അങ്ങനെ മരിക്കാൻ വേണ്ടി ചിന്തയോടിരിക്കുമ്പോഴാണ് പാസ്റ്റർ കടന്നു വന്ന് പറയുകയാണ്. ഞാൻ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, പാസ്റ്റർ പോയെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാം. ഞാനന്ന് മദ്യപിക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു, ആ ഒരു ദണ്ഡത്തിലായിരുന്നു. ഞാനിങ്ങനെ അല്പം മദ്യം വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നു. അത് കുടിച്ച് എൻ്റെ കൈൻ്റെ ഞരമ്പറുത്ത് മരിക്കണമെന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴായിരുന്നു ആ പാസ്റ്ററുടെ കടന്നു വന്നത്. അല്പസമയം കഴിഞ്ഞ പാസ്റ്റർ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ പാസ്റ്റർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പാസ്റ്ററോട് എല്ലാം തുറന്നു പറഞ്ഞൊരു ആഗ്രഹം വന്നു. ഞാൻ ആ പാസ്റ്ററോട് തുറന്നു പറഞ്ഞു. ആ പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ പേര് രാജേഷ് എന്നാണ്, എന്നാൽ വീട്ടിൽ പേര് അനി എന്നാണ്. അനി ഇങ്ങനെയാണ്, ആത്മഹത്യ കൊണ്ട് ഒന്നിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, ആത്മഹത്യ ചെയ്തെന്നൊരു പരിഹാരം ഉണ്ടാകത്തില്ല. നിൻ്റെ ഭാര്യയും നിൻ്റെ കുഞ്ഞും അവർ അനാഥയും വിധവയുമായി തീരും. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും രക്ഷപ്പെടും. എന്നാൽ പാസ്റ്റർ പറഞ്ഞു, അതൊരു നല്ല ചിന്തയല്ല. നിൻ്റെ ഭാര്യയും കുഞ്ഞും അവർ സന്തോഷത്തോടെ ഇരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ജീവിച്ചിരുന്നേ പറ്റൂ.
നീ മരിച്ചാൽ അവിടെ ജീവിതത്തിലെ ഒരു നാളും സന്തോഷവും നിൻ്റെ മകൾക്കോ നിൻ്റെ ഭാര്യയ്ക്കോ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവരെന്നും അവിടെ ജീവിതത്തിൽ ദുഃഖം മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് നീ ജീവിക്കണം. ഞാൻ പറഞ്ഞില്ല പാസ്റ്റർ, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ കാലിലെ രോഗം സൗഖ്യമാകുന്നില്ല. ഞാൻ ഇത്രയും രൂപ ചെലാക്കി, 2 ലക്ഷം രൂപയോടെ ഞാൻ ചെലാക്കി, വീട് ജപ്തിയായി, ഇനി എനിക്ക് എന്നെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ രോഗത്തിൽ സൗഖ്യമുണ്ടാകത്തില്ല, അതുകൊണ്ട് ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ തയ്യാറായിരിക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞു, നിന്നെ സൗഖ്യമാക്കുന്നൊരു യേശുവുണ്ട്. നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. നീ വിശ്വസിച്ച, പ്രാർത്ഥിച്ച്, ആ ദൈവത്തിൻ്റെ വചനങ്ങളിൽ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യമുണ്ടാകും. അങ്ങനെ എൻ്റെ ഉള്ളിലൊരാഗ്രഹം, ആ പാസ്റ്റർ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ എൻ്റെ മകളും എൻ്റെ ഭാര്യയും സന്തോഷത്തോടിരിക്കണം. അങ്ങനെ ഞാൻ പറയും, പാസ്റ്റേ, അങ്ങനെ എന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ, എൻ്റെ പണത്തിന് എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, ഒരു വൈദ്യന്മാരുടെ മരുന്നിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ യേശുവിനെ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ പാസ്റ്ററിനെ കടകട നഗരാച്ചർ എന്ന പ്രദേശത്ത് അവിടെ ഒരു ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ അന്ന് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ എന്നോട് ആലോചന പറഞ്ഞു. ദൈവത്തിൻ്റെ ആലോചന അറിയപ്പെടയായി എന്നോട് സംസാരിച്ചു. എന്നെ സൗഖ്യമാക്കും, നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരും എന്നൊരു ആലോചന അറിയപ്പെടയായി. അങ്ങനെ ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. പറയട്ടെ, എന്നെ അവിടെ വന്ന പാസ്റ്റർ, അവിടെയുള്ള വിശ്വാസികൾ, ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.